ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഹ്യൂമൻ ജേർണൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ എഡ്യൂക്കേഷൻ ലോണും അതേപോലെ തന്നെ സ്കോളർഷിപ്പുകളെയും കുറിച്ചിട്ട്. അപ്പോൾ അതിനകത്ത് വന്ന കുറച്ച് കമന്റുകളാണ് എഡ്യൂക്കേഷൻ ലോണിനെ കുറിച്ചിട്ട് കുറച്ച് ഡീറ്റെയിൽഡ് വീഡിയോ ഒന്ന് ചെയ്യാമെന്ന് വെച്ചിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഇന്നത്തെ വീഡിയോ നമുക്ക് എഡ്യൂക്കേഷൻ ലോണിനെ കുറിച്ച് ചെയ്യാമെന്ന്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ലോണിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞോട്ടെ. അതായത് ഇപ്പൊ നമുക്ക് 4 വർഷവും നമ്മുടെ കയ്യിൽ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പൈസ എടുത്ത് കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഒരു സാവകാശം നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് തന്നെ ഉപയോഗിക്കുക. കാരണം ലോൺ എടുത്താലും നമ്മുടെ 4 വർഷം കഴിയുമ്പം കുട്ടികൾ തന്നെ അത് അടയ്ക്കണം. അപ്പം ആ ഒരു ബേർഡൻ ഇല്ലാതിരിക്കാൻ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഒന്ന് ശരിയാക്കാമെങ്കിൽ എഡ്യൂക്കേഷൻ ലോൺ എടുക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി നമ്മൾ എഡ്യൂക്കേഷൻ ലോൺ എടുക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ ഒരു കോളേജിൽ അഡ്മിഷൻ എടുക്കണം. അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏതാണോ സെലക്ട് ചെയ്ത കോളേജ് അവിടെ നമ്മൾ അഡ്മിഷൻ ലെറ്റർ കിട്ടിക്കഴിഞ്ഞ് ഒരു ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ഉണ്ട്. നമ്മുടെ ഫീസ് ഫസ്റ്റ് ഇയറിൽ ഫീസ് പേ ചെയ്യുന്ന ഒരു ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ഉണ്ട്. അത്രയും ഒരു ഫീസ് അടച്ചു കഴിയുമ്പോഴാണ് നമുക്ക് പിന്നെ ലോൺ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുക. അതായത് ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കോളേജിൽ അഡ്മിഷൻ എടുത്തു. അതിനുശേഷം ഒന്നില്ലെങ്കിൽ നമ്മൾ അടുത്തുള്ള ഒരു ഇന്റർനെറ്റ് കഫേ അല്ലെങ്കിൽ നമ്മുടെ അക്ഷയ സെന്ററിൽ പോയിട്ട് വിദ്യാലക്ഷ്മി എന്ന് പറയുന്ന ഒരു പോർട്ടൽ ഉണ്ട്. അതൊരു സൈറ്റാണ്. ആ സൈറ്റിൽ നമ്മൾ അവരുടെ അടുത്ത് ഒന്ന് പറയാ നമുക്കിങ്ങനെ എഡ്യൂക്കേഷൻ ലോൺ അപ്ലൈ ചെയ്യാനാണ്. സോ ഈ വിദ്യാലക്ഷ്മി പോർട്ടലിൽ കൂടെ വേണം എനിക്ക് അപ്ലൈ ചെയ്യാൻ. അങ്ങനെ അതിനകത്ത് നമ്മൾ ചെയ്യേണ്ട കുറച്ച് ഫില്ല് ചെയ്യുന്ന കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ അത് നമ്മുടെ 10th +2 അതുപോലെ നമ്മുടെ കുറച്ച് ഡീറ്റെയിൽസ് ആവശ്യമുണ്ട്, ബാങ്ക് ഡീറ്റെയിൽസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ആവശ്യമുണ്ട്. അങ്ങനെ നമ്മൾ വിദ്യാലക്ഷ്മി പോർട്ടലിൽ നമ്മുടെ എല്ലാ ഇൻഫർമേഷൻസും ഡാറ്റാസും എല്ലാം നമ്മൾ കൊടുത്ത് അപ്ലൈ ചെയ്യുന്നു. ഇനി നമുക്ക് വിദ്യാലക്ഷ്മി പോർട്ടലിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ വീടിനടുത്തുള്ള ഒരു ബാങ്ക് അല്ല, നമ്മുടെ എത്ര ബാങ്കുകൾ നമ്മുടെ വീടിനടുത്തുണ്ടോ അത്രയും ബാങ്കുകളിൽ പോയി അന്വേഷിക്കണം. എഡ്യൂക്കേഷൻ ലോൺ ഇങ്ങനെ പുറത്തേക്ക് പഠിക്കാനാണ്, അപ്പം എഡ്യൂക്കേഷൻ ലോൺ നമുക്ക് എത്ര കിട്ടും, എത്രയാണ് അവിടെ പലിശ വരുന്നത്, അങ്ങനെയൊക്കെ ഒന്ന് അന്വേഷിക്കണം. ക്ലിയർ ആയിട്ടൊന്ന് അന്വേഷിക്കണം. കാരണം നമുക്ക് പറയാൻ പറ്റില്ല ഏത് ബാങ്കിലാണ് എത്രയാണ് പലിശ വരണേന്ന്. സോ ഏറ്റവും കുറവ് പലിശ ഉള്ളത് ഏത് ബാങ്കിലാണോ ആ ബാങ്ക് നോക്കി സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ വിദ്യാലക്ഷ്മി പോർട്ടലിൽ ആ ബാങ്കിന്റെ ഒരു ഓപ്ഷനും കൂടെ കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഈ വിദ്യാലക്ഷ്മി പോർട്ടലിന്റെ ഒരു ഫോം നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഫോം കിട്ടും. അതേപോലെ തന്നെ നമുക്കൊരു പാസ്വേഡ്, ഇമെയിൽ ID നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും പുതിയത്. അങ്ങനെ നമ്മൾ ആ ഒരു ഫോം കൊണ്ട് നമ്മൾ ഏതാണോ ബാങ്ക് സെലക്ട് ചെയ്തത് ആ ബാങ്കിൽ ചെല്ലാം. ആ ബാങ്കിൽ നമ്മൾ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ ആവശ്യം പറയണം. അതായത് ഇങ്ങനെ ലോൺ എടുക്കാനാണ്, എഡ്യൂക്കേഷൻ ലോൺ എടുക്കാനാണ്. അപ്പൊ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ബാങ്കിലേക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ബാങ്കുകാരോട് ചോദിക്കുക. ബാങ്ക് മാനേജറിന്റെ അടുത്ത് അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ആളുടെ അടുത്ത് നമ്മൾ ചോദിക്കുക. അപ്പൊ അവർ നമുക്കൊരു ലിസ്റ്റ് ഓഫ് എന്താ പറയാ എന്തൊക്കെയാണ് നമ്മൾ എഡ്യൂക്കേഷൻ ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് ബാങ്കിലേക്ക് നമ്മൾ കോളേജിൽ നിന്ന് കൊടുക്കേണ്ട ഏതൊക്കെ ഫോമുകളാണ് അല്ലെങ്കിൽ ഏതൊക്കെ പേപ്പറുകളാണെന്ന് പറയും. അപ്പൊ നമ്മൾ അതിന്റെ ഒരു ലിസ്റ്റ് ബാങ്കിൽ നിന്ന് വാങ്ങിക്കുക. അതിനുശേഷം നമ്മളൊരു കോളേജിൽ അഡ്മിഷൻ എടുത്ത് ഒരു ഫസ്റ്റ് ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു 2 lakh ആണ് നമ്മുടെ ഫസ്റ്റ് ഇയർ സാലറി ഫീസ് വരുന്നതെങ്കിൽ നമുക്ക് അതിനകത്ത് ഒരു 1 lakh എങ്കിലും നമ്മൾ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടയ്ക്കണം. അപ്പോൾ നമ്മൾ എത്രയെങ്കിലും ഒരു പേയ്മെന്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ലോൺ പേപ്പറുകളെല്ലാം കോളേജിൽ നിന്ന് തരിക. അതായത് ആദ്യം നമ്മളൊരു 30,000 അല്ലെങ്കിൽ 50,000 ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ അഡ്മിഷൻ ഫീസ് എടുക്കുന്നതെങ്കിലും ചില സ്റ്റുഡൻസ് ആണെങ്കിലും നമ്മൾ കേരളത്തിൽ കിട്ടിക്കഴിയുമ്പം അങ്ങനെ പോവാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മളൊരു ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ഓഫ് ഫീസ് നമ്മൾ പേ ചെയ്താൽ മാത്രമാണ് നമുക്ക് കോളേജിൽ നിന്ന് ലോൺ പേപ്പേഴ്സ് എല്ലാം കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ലോൺ എടുത്തപ്പോൾ എനിക്ക് ആവശ്യമായിട്ട് വന്നത് ഞാൻ അവിടെ പഠിക്കാൻ പോകുന്ന ഒരു കുട്ടിയാണെന്നുള്ള ഒരു ബോണഫൈഡ് സർട്ടിഫിക്കറ്റ്, അങ്ങനെ എഴുതിയിട്ടുള്ള ഒരു ബോണഫൈഡ് സർട്ടിഫിക്കറ്റ്. അതേപോലെ തന്നെ പിന്നെ എൻ്റെ പേരും എൻ്റെ ഫാദറിന്റെ പേരൊക്കെ വന്നിട്ടുള്ള ഒരു നമ്മുടെ ഫസ്റ്റ് ഇയറിലെ നമ്മുടെ ടോട്ടൽ 4 ഇയേഴ്സിന്റെ ഫീസ് സ്ട്രക്ചർ, അത് അങ്ങനെ ഒരു പേപ്പർ. അതേപോലെ തന്നെ നമ്മുടെ കോളേജിന്റെ അഫിലിയേഷൻസ് INC KNC അതേപോലെ തന്നെ RGHS അതിന്റെ എല്ലാ അഫിലിയേഷൻസ് അപ്രൂവൽസും ഉള്ള പേപ്പറുകൾ, അങ്ങനെ വലിയൊരു ലിസ്റ്റ് ഓഫ് പേപ്പേഴ്സ് ആണ് നമുക്ക് കോളേജിൽ നിന്ന് ലോണിന്റെ ആവശ്യമായിട്ടുള്ളത് തരാം. അങ്ങനെ അത് മാത്രമല്ല, അത് കൂടാതെ നമ്മുടെ 10th +1 +2 ആധാർ, അതേപോലെ നമ്മുടെ പാരന്റ്സിന്റെ ഡീറ്റെയിൽസുകൾ ഇതെല്ലാം നമ്മൾ കൊടുക്കണം. അതിനുശേഷം നമ്മൾ ബാങ്കിൽ ചെല്ലുക. ബാങ്കിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ പുതിയ അക്കൗണ്ടാണ് ഓപ്പൺ ചെയ്യേണ്ടത്. അതായത് നമ്മൾ ജോയിന്റ് അക്കൗണ്ട്, സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ആണെങ്കിൽ നമ്മൾ മെയിൻലി ഒരു ജോയിന്റ് അക്കൗണ്ട് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് നമ്മളും
നമ്മുടെ പാരന്റിന്റെ ആയിട്ടുള്ള ഒരു ജോയിന്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ അതിനനുസരിച്ച് നമ്മൾ കാര്യങ്ങളെല്ലാം മൂവ് ചെയ്യുക. അതായത് നമ്മൾ പേപ്പറുകളെല്ലാം സബ്മിറ്റ് ചെയ്യുക, ഒരു അക്കൗണ്ട് തുടങ്ങാം. പിന്നെ നമുക്ക് ഒരു എഡ്യൂക്കേഷൻ ലോൺ അപ്ലൈ ചെയ്തിട്ട് ഒരു 3 to 4 months നമുക്കതൊന്ന് സാങ്ഷനായി വരിക. അതിനുശേഷം നമ്മൾ ഇപ്പോ ഫോർ എക്സാമ്പിൾ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഇയറിലെ ഫീസ് നമ്മൾ എഡ്യൂക്കേഷൻ ലോൺ നമുക്ക് കിട്ടുന്നതിന് മുന്നേ നമ്മൾ അടച്ചു തീർക്കുവാണെങ്കിൽ നമ്മൾ ആ അടച്ചു തീർത്തതിന്റെ നമ്മൾ റെസിപ്റ്റോ അല്ലെങ്കിൽ നോ ഡ്യൂ സർട്ടിഫിക്കറ്റോ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ കോളേജിൽ നിന്ന് കിട്ടുമ്പോൾ അത് നമ്മൾ ബാങ്കിൽ കൊണ്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പ്രൂഫോടെ വിത്ത് എല്ലാ എവിഡൻസോടെയാണ് നമ്മൾ ബാങ്കിൽ സബ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ ബാങ്കുകാർ നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് നമുക്ക് എത്രയാണോ ചിലവായത് അത് ഇട്ട് തരും. പിന്നെ അതാണ് ഫസ്റ്റ് ഇയറിൽ മാത്രമാണ് നമുക്ക് ബാങ്ക് ലോൺ എടുക്കുമ്പം കുറച്ചധികം പ്രോസസ്സ് ഉള്ളത്. അതിനുശേഷം പിന്നെ കുറച്ച് പേര് ചോദിച്ചിരിക്കുന്നതാണ് നമ്മൾ സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ ഒക്കെ നമ്മൾ എങ്ങനെയാണ് എല്ലാ ഫസ്റ്റ് ഇയർ ചെയ്ത പോലെ തന്നെ എല്ലാ ഇയറും നമ്മൾ ചെയ്യണമെന്നുള്ളത് വേണ്ട. അതായത് നമ്മൾ എല്ലാ ഇയറും ഫീസ് അടയ്ക്കേണ്ട ആ ഒരു ടൈം ആവുമ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് കോളേജിൽ നിന്ന് കിട്ടുന്നത് അത് നമ്മൾ അയച്ചു കൊടുക്കുക. ഒന്നില്ലെങ്കിൽ നമുക്ക് കൊറിയർ അയക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ചില ബാങ്കിൽ സ്റ്റുഡന്റിന്റെ സൈൻ ആവശ്യമില്ല, ചില ബാങ്കിൽ സ്റ്റുഡൻസിന്റെ സൈൻ ആവശ്യമുണ്ട്. അപ്പം അങ്ങനെ ആവശ്യമുള്ള ബാങ്കുകളിൽ ആണ് നിങ്ങൾ ലോൺ എടുക്കുന്നതെങ്കിൽ സ്റ്റുഡന്റ് ചിലപ്പം നാട്ടിലേക്ക് വരേണ്ടി വരും സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കോളേജിൽ നിന്ന് ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് ഒരു സ്പീഡ് പോസ്റ്റ് വഴി എങ്ങാനും അയച്ചു കൊടുത്ത് നമുക്ക് ലോൺ സാങ്ഷൻ ആക്കാവുന്നതേ ഉള്ളൂ. ഫസ്റ്റ് ഇയറിൽ മാത്രമാണ് നമുക്ക് വലിയൊരു പ്രോസസ്സ് വരിക. സെക്കൻഡ് ഇയർ തൊട്ട് നമുക്ക് സൈൻ ഇടുക, വാങ്ങിക്കുക, അത്രേ ഉള്ളൂ നമ്മുടെ പരിപാടി. പിന്നെ എനിക്ക് സാങ്ഷൻ ആയത് 4 ലക്ഷമാണ്. ഞാൻ പല ബാങ്കിൽ ചെന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് 1-2 ബാങ്കിലൊക്കെ 1.5 ലക്ഷം 2 ലക്ഷമൊക്കെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഞാൻ എടുത്ത ബാങ്കിൽ അതെനിക്ക് 4 ലക്ഷം തന്നെ അവര് എഡ്യൂക്കേഷൻ ലോണായിട്ട് സാങ്ഷൻ ചെയ്തായിരുന്നു. അതായത് പെർ ഇയർ 1 lakh വെച്ചിട്ട്. പിന്നെ എൻ്റെ ഓരോ വർഷം 1 lakh ആയിരുന്നില്ല എൻ്റെ ഫീസ്. അതിൻ്റെ ഒപ്പം നമ്മളിപ്പോൾ എഡ്യൂക്കേഷൻ ലോൺ ഓരോ വർഷവും നമുക്ക് നമ്മുടെ എത്രയാണോ ഫീസ് അത് ഫുള്ള് നമുക്ക് കിട്ടില്ല. അവര് ഒരു അവര് ഒരു നമുക്ക് അപ്രൂവ് ചെയ്തിരിക്കുന്ന ഒരു ഫോർ എക്സാമ്പിൾ ഒരു നമുക്ക് 4 ലക്ഷമാണ് അല്ലെങ്കിൽ ഒരു 6 ലക്ഷമാണ് നമുക്ക് എഡ്യൂക്കേഷൻ ലോൺ തരുന്നതെങ്കിൽ അത് നമ്മളെ 4 വർഷമായി ഡിവൈഡ് ചെയ്യും. എന്നിട്ടാണ് നമുക്ക് എത്രയാണ് ആ എമൗണ്ട് ഓരോ പെർ ഇയർ വരുന്നത് ആ എമൗണ്ട് മാത്രമേ തരുള്ളൂ. ബാക്കി നമ്മൾ കോളേജിൽ അടയ്ക്കേണ്ടത് നമ്മൾ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് അടയ്ക്കണം. അപ്പം ഫുൾ എമൗണ്ട് ഒരിക്കലും നമുക്ക് ലോണിൽ കൂടെ കിട്ടില്ല. നമ്മളും കുറച്ച് കൊടുക്കേണ്ടതുണ്ട്, നമ്മുടെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കാൻ വേണം. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ എഡ്യൂക്കേഷൻ ലോൺ എടുക്കേണ്ട പ്രോസസ്സ്, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. സോ എഡ്യൂക്കേഷൻ ലോൺ എടുക്കുമ്പോൾ മാക്സിമം നിങ്ങൾ പലിശ കുറവുള്ള ബാങ്കുകളിൽ തന്നെ പോയി എടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഇതല്ലാതെ വേറൊരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. അതായത് ഇപ്പോഴും കുറേ കുട്ടികൾ കുറേ കൺഫ്യൂഷനിൽ ഇരിക്കുന്നുണ്ട്. BSc നഴ്സിംഗ് പഠിക്കണോ അല്ലെങ്കിൽ ഏത് കോളേജ് സെലക്ട് ചെയ്യണം, ബെസ്റ്റ് കോളേജ് ഏതാണ്, അങ്ങനെ കുറേ ഡൗട്ടിൽ കുറേ കൺഫ്യൂഷനിൽ ടെൻഷനായിട്ട് കുറേ പേര് ഇരിക്കുന്നുണ്ട്. ഇപ്പൊ മാർക്ക് കുറവാണെങ്കിൽ അവർ LBS വെച്ചിട്ട് നാട്ടിൽ കിട്ടുമെന്ന് വരെ നോക്കിയിരിക്കും, കിട്ടുന്നത് വരെ നോക്കിയിരിക്കും, അങ്ങനെ പറയുന്നവരുണ്ട്. അതായത് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ LBSന്റെ അലോട്ട്മെന്റ് എല്ലാം അത് ഓരോ അലോട്ട്മെന്റ് തീർന്നു കഴിയുമ്പോഴത്തേക്കും ഒരു ടൈം എടുക്കും, അതറിയാലോ എല്ലാവർക്കും. പക്ഷെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഇവിടുത്തെ സീറ്റുകൾ ഓൾമോസ്റ്റ് എല്ലാം നല്ല നല്ല കോളേജുകളിൽ ഓൾമോസ്റ്റ് സീറ്റ് എല്ലാം ഫിൽഡായി തുടങ്ങി. കുറെ കോളേജുകളിൽ വെയിറ്റിംഗ് ലിസ്റ്റ് ആണ് സീറ്റുകൾ. അപ്പോൾ നിങ്ങൾക്ക് എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇവിടെ നല്ല എവിടെയാണെങ്കിലും നിങ്ങൾക്ക് എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിലും പെട്ടെന്ന് തന്നെ എടുക്കാൻ ശ്രമിക്കുക. കാരണം നമുക്ക് കിട്ടുന്ന ഒരു ചാൻസ് കളയരുത്, എനിക്ക് അത്രേ പറയാനുള്ളൂ. So yeah, this is all about my today's video. This is me, Human Journal, signing off.